എല്ലാവർക്കും ബെസ്റ്റ് ബിറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചത്. അതായത് ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും സബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ക്ലാസ്സിൽ അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ സെന്റൻസിനെ പൊതുവെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. സെന്റൻസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ്, ഭാവം അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ആശയം, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് നാലായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അസർട്ടീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പോൾ അതിന്റെ ഭാവം, ആശയം, ഒരു സെന്റൻസിന്റെ ഭാവം, ആശയം, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നാലായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? അസർട്ടീവ്, ഇമ്പറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. പിന്നീട് ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഘടന. ഒരു സെന്റൻസിന്റെ ഘടന അനുസരിച്ച് അതിനെ നാലായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ ഇതൊക്കെയാണ് ഭാവം. പർപ്പസ് അടിസ്ഥാനമാക്കി നാലായിട്ട് തിരിക്കാം. പിന്നെ സ്ട്രക്ചറിനെ അടിസ്ഥാനമാക്കി നാലായിട്ട് തിരിക്കാം. ഇതില് നമ്മൾ ഇന്ന് പർപ്പസ്, ഭാവം അടിസ്ഥാനമാക്കിയുള്ള സെന്റൻസുകളിൽ ആദ്യത്തെ രണ്ട് സെന്റൻസ് ആയിരിക്കും പറയാൻ വന്നത്. ഏതൊക്കെയാ? അസർട്ടീവും ഇമ്പറേറ്റീവും. ആ രണ്ട് ടൈപ്സ് ഓഫ് സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ടൈപ്പ് ഓഫ് സെന്റൻസ് ഏതാണെന്ന് നോക്കാം. അസർട്ടീവ് സെന്റൻസ്. എന്താണ് അസർട്ടീവ് സെന്റൻസ്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അസർട്ടീവ് സെന്റൻസിന് മറ്റു പേരുകളുണ്ട്. എന്തൊക്കെയാ? ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസ് എന്നറിയപ്പെടുന്നതും ഏത് സെന്റൻസ് ആണ്? അസർട്ടീവ് സെന്റൻസ് ആണ്. ഇനി ഈ ഒരു സെന്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിനൊരു ഷോർട്ട് കട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസർട്ടീവ് സെന്റൻസിന്റെ ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും. അതായത് ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പാണ് സെന്റൻസ്, ഏത് ടൈപ്പിലുള്ള സെന്റൻസ് ആണെന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ സെന്റൻസിന്റെ ആദ്യം നോക്കണം. അപ്പോൾ ആദ്യം നോക്കുന്ന ടൈമിൽ ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും. ആദ്യം എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും. ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരാൻ സാധ്യത നൗണോ പ്രോനൗണോ മാത്രമാണ്. ഒരു സെന്റൻസിൽ നൗണോ പ്രോനൗണോ മാത്രമാണ് എന്തായിട്ട് വരുന്നത്? സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കുന്നു. ആദ്യം നോക്കുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു നൗണോ പ്രോനൗണോ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഈ പ്രോനൗൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാ? ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ദേ, ഇറ്റ്. ഇതാണ് സാധാരണഗതിയിൽ സബ്ജക്റ്റീവ് പ്രോനൗൺ ആയിട്ട് വരുന്നത്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ. അതിപ്പോ ഒരു പേഴ്സന്റെ പേരാവാം, അതൊരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു സാധനത്തിന്റെ പേരാവാം, അല്ലെ? അത് എന്തുമാവാം. അതൊക്കെ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുമ്പോൾ അത് വിശദമായിട്ട് പറയാം. അപ്പൊ തൽക്കാലം എന്തു പറയാം? സബ്ജക്റ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ വരാം. നൗണും വരാം, പ്രോനൗണും വരാം. ഇതിൽ ആരംഭിച്ചിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. അതിന്റെ അവസാനം എന്ത് കാണും? ഫുൾ സ്റ്റോപ്പ് കാണും. അപ്പൊ ഒരു സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ സെന്റൻസിന്റെ തുടക്കത്തിൽ എന്ത് കാണും? സബ്ജക്റ്റ് കാണും. അതൊരു നൗണോ പ്രോനൗണോ ആയിരിക്കും. അതിന്റെ അവസാനം എന്ത് കാണും? ഫുൾ സ്റ്റോപ്പ് കാണും. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പിക്കാം അത് ഏത് തരത്തിലുള്ള സെന്റൻസാ? അത് അസർട്ടീവ് സെന്റൻസ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ അത് ഓപ്ഷൻ ചിലപ്പോൾ അസർട്ടീവ് സെന്റൻസ് എന്ന് ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നായിരിക്കും, ചിലപ്പോൾ അഫർമേറ്റീവ് സെന്റൻസ് എന്നായിരിക്കും. ഇതെല്ലാം അസർട്ടീവ് സെന്റൻസിന്റെ മറ്റു പേരുകളാണ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ആദ്യം നോക്കുന്ന ടൈമിൽ നമുക്കൊരു നൗണോ പ്രോനൗണോ ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണെന്ന് മനസ്സിലാവും. അത് അസർട്ടീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാവും. എന്നാൽ ഇതൊരു ഷോർട്ട് കട്ടാണ്. എന്നാൽ എല്ലായ്പ്പോഴും ആദ്യം നോക്കുമ്പോൾ നമുക്ക് ഒരു നൗണോ പ്രോനൗണോ തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ നൗണോ പ്രോനൗണോ അതിന് പകരം ഡിറ്റർമിനേഴ്സ് ആയിട്ട് വരുന്നത്. ചില ഡിറ്റർമിനേഴ്സ് ആയിരിക്കും വരുന്നത്. ചില ഡിറ്റർമിനേഴ്സിന്റെ ഉദാഹരണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാ ഡിറ്റർമിനർ ആയിട്ട് വരാൻ? നമുക്ക് ആർട്ടിക്കിൾ ഡിറ്റർമിനർ ആയിട്ട് വരാറുണ്ട്. ഏതൊക്കെയാ? എ ആൻഡ് ദ. ഈ ആർട്ടിക്കിൾ ഡിറ്റർമിനർ ആയിട്ട് വരാറുണ്ട്. ഇതിന് ശേഷം എന്തായിരിക്കും? ഒരു സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നൗണോ പ്രോനൗണോ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ആയിരിക്കും വരുന്നത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് വരും. ഇതിന് ശേഷം എന്ത് വരും? ഒരു നൗണോ പ്രോനൗണോ വരും. അല്ലെങ്കിൽ ആൾ, സം, എനി, മെനി, മച്ച് എന്നീ വാക്കുകളായിരിക്കും. അതിനുശേഷം ഒരു നൗണോ പ്രോനൗണോ വരും. ഓക്കെ, ഏതൊക്കെയാണ്? ഓൾ, സം, എനി, മെനി, മച്ച്. ഇതിന് ശേഷം നൗണോ പ്രോനൗണോ വരും. അല്ലെങ്കിൽ പൊസസീവ് ഡിറ്റർമിനർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്.
അതായത് നമ്മുടെ പ്രോനൗണിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, പക്ഷെ പൊസസീവ് ഡിറ്റർമിനർ ആണ്, പൊസസീവ് കേസിനെ പറയുന്നതാണ്. അതേതൊക്കെയായിരിക്കും? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, their, its. ഒന്നുകൂടെ പറയാം. മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, their, its. ഇതിന് ശേഷം ഒരു നൗണോ പ്രൊനൗണോ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ തുടക്കം കാണും, തീരം എന്ത് കാണും, അവസാനം എന്ത് കാണും, ഒരു ഫുൾ സ്റ്റോപ്പ് കാണും. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്. അത് അസർട്ടീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസ്. എന്തായിരുന്നു ഇതിൽ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? അസർട്ടീവ് സെന്റൻസ് എന്ന് പറയും. നമുക്ക് എങ്ങനെ സബ്ജക്റ്റ് കണ്ടുപിടിക്കാം? സബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ ഒരു സബ്ജക്റ്റ് ഇല്ല, എപ്പോഴും നൗണോ പ്രോനോണോ ആയിരിക്കും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അല്ലെ? ഇനി ചില സമയങ്ങളിൽ ഡിറ്റർമിനറിന് ശേഷമായിരിക്കും നൗണോ പ്രോനോണോ വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 2-3 വേർഡിനുള്ളിൽ തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാവും ഇത് സബ്ജക്റ്റ് ആണ് എന്ന് മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ 2-3 വേർഡുകൾ നോക്കുക. ഇങ്ങനെ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്കത് ഒരു നൗണ് പ്രോനൗണ് അല്ലെങ്കിൽ ഡിറ്റർമിനർ പ്ലസ് നൗണ് പ്രോനൗൺ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ സെന്റൻസിന്റെ അവസാനം നോക്കുക. ഫുൾ സ്റ്റോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്, അസർട്ടീവ് സെന്റൻസ് ആണ്. ഓക്കെ, ഓപ്ഷനിൽ അസർട്ടീവ് സെന്റൻസ് എന്ന് കാണും, ചിലപ്പോൾ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് കാണും, ചിലപ്പോൾ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് കാണും. ഓക്കെ, ക്ലിയർ ആയി? അപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഡിറ്റർമിനറിന് ശേഷം നൗണോ പ്രൊനൗണോ വരികയും തുടക്കത്തിൽ ഡിറ്റർമിനർ പ്ലസ് നൗണോ പ്രൊനൗണോ വരികയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? അത് അസർട്ടീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ഇത്രയും മനസ്സിലായല്ലോ? ഇനി അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്, അസർട്ടീവ് സെന്റൻസും ഡിക്ലറേറ്റീവ് സെന്റൻസും ആ സെന്റൻസുകൾ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ആ സെന്റൻസുകൾ പോസിറ്റീവോ നെഗറ്റീവോ വരാം. അതായത് നോട്ട് ചേർന്നും വരാം. നെഗറ്റീവ് മീൻസ് ഒരു സെന്റൻസ് എങ്ങനെ നെഗറ്റീവ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ നോട്ട് ചേർന്ന് വരാം. അതായത് അസർട്ടീവ് സെന്റൻസും ഡിക്ലറേറ്റീവ് സെന്റൻസും ഒന്നുകിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് വരാം. അത് ആ സെന്റൻസിൽ നോട്ട് ചേർന്ന് വരാം. എന്നാൽ അഫർമേറ്റീവ് സെന്റൻസ്, ഈ അഫർമേറ്റീവ് സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് മാത്രമേ ആവൂ. ഒരിക്കലും എന്താവത്തില്ല, നെഗറ്റീവ് ആകത്തില്ല. ഓക്കെ, അഫർമേറ്റീവ് സെന്റൻസ് എപ്പോഴും എന്തേ ആവത്തുള്ളൂ, പോസിറ്റീവ് മാത്രമേ ആവത്തുള്ളൂ. അഫർമേറ്റീവ് സെന്റൻസിലൂടെ നമ്മൾ നോട്ട് ചേർത്ത് എഴുതത്തില്ല. ഓക്കെ, എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയി വരത്തില്ല. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നോക്കിയേ, അഫർമേറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്ന രീതി. ഒരു അഫർമേറ്റീവ് സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റും? ഇത് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് 2 രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് അഫർമേറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുക. രണ്ടാമത്തെ ഒരു ടൈപ്പ് അഫർമേറ്റീവ് സെന്റൻസിനെ അർത്ഥത്തിൽ വ്യത്യാസം വരാതെ നെഗറ്റീവ് ആക്കുക. ഓക്കെ, ഇത് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അതാണ് പറഞ്ഞത്. ഇപ്പൊ 2 ടൈപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് അഫർമേറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുക, അത് എളുപ്പമാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് അഫർമേറ്റീവ് സെന്റൻസിനെ അർത്ഥവ്യത്യാസം ഇല്ലാതെ, അർത്ഥത്തിൽ മാറ്റം വരാതെ നെഗറ്റീവ് ആക്കുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, സാധാരണഗതിയിൽ അഫർമേറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സെന്റൻസിനെയും നമ്മൾ നെഗറ്റീവ് എങ്ങനെയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്സിലറി വെർബ് 24 ഓക്സിലറി വെർബ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഈ ഓക്സിലറി വെർബിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി, നോട്ട് ചേർത്താൽ മതി. ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ സെന്റൻസ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓക്സിലറി വെർബിന്റെ കൂടെ എന്ത് ചേർത്താൽ മതി, നോട്ട് ചേർത്താൽ മതി. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു സെന്റൻസിൽ 3 ഓക്സിലറി വെർബ് വിസിബിൾ ആവത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഏതൊക്കെയായിരുന്നു അത്? ഡു, ഡസ്, ഡിഡ്. ഇങ്ങനെ ഈ 3 ഓക്സിലറി വെർബ് വിസിബിൾ ആവത്തില്ല. ഇത് ഒരു വെർബിനുള്ളിലായിരിക്കും. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നോട്ട് ചേർക്കണം. ഇതിന്റെ കൂടെ നോട്ട് ചേർക്കണം. അപ്പം അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അപ്പൊ
വെർബിനെ കുറിച്ച്, അതായത് വെർബിന്റെ ക്ലാസ്സിൽ വിശദമായിട്ട് ഇതിനെ കുറിച്ച് പറയും. എന്നാൽ ആ വെർബുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഡു ഡസ് ഡിഡ് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം ഇവിടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ അതിന്റെ ഓക്സിലറി വെർബിന്റെ കൂടെ എന്ത് ചേർത്താൽ മതി? നോട്ട് ചേർത്താൽ മതി. പക്ഷെ ഡു ഡസ് ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബുകൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അത് വിസിബിൾ ആയി കാണത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വെർബ് എന്താണെന്ന് അറിയണം. വെർബിന് എത്ര ഫോംസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റിലെ വെർബിന് 5 ഫോംസ് ആണുള്ളത്. ഒരു ക്രിയയ്ക്ക് വെർബിന് സാധാരണ 5 ഫോംസ് ആണുള്ളത്. 5 ഫോംസ് ആണ് എഴുതി വെച്ചത്. ഏതൊക്കെയാ? V1, V2, V3, V4, V5. വെർബിന്റെ ഒന്നാമത്തെ രൂപം, വെർബിന്റെ രണ്ടാമത്തെ രൂപം, വെർബിന്റെ മൂന്നാമത്തെ രൂപം, വെർബിന്റെ നാലാമത്തെ രൂപം, വെർബിന്റെ അഞ്ചാമത്തെ രൂപം. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ, V1 എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ബേസ് ഫോം എന്ന് പറയും. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം. അതായത് V1 ഫോമിന്റെ കൂടെ SO ESO ചേരുന്നില്ല. V1ന്റെ കൂടെ SO ESO ചേരുന്നില്ല. ഇത് V1 പ്ലൂറൽ ഫോം ആണ്. V1 പ്ലൂറൽ ഫോം ആണ്. V1ലെ പ്ലൂറൽ ഫോം ആണ്. ഇതിൽ ഓക്സിലറി വെർബ് ഡു ആയിരിക്കും. അപ്പൊ ഒരു വെർബ് വന്നു, ആ വെർബിന്റെ കൂടെ SO ESO ചേരുന്നില്ല, അത് V1 രൂപമാണ് എങ്കിൽ അതിലെ ഓക്സിലറി വെർബ് ഏതായിരിക്കും? അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആയിരിക്കും. അത് പ്ലൂറൽ ഫോം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അത് പ്ലൂറൽ ഫോം ആയിരിക്കും. V1 SO ESO ചേരാത്ത രൂപം അതിന് ബേസ് ഫോം എന്ന് പറയുന്നു. അതിലെ ഓക്സിലറി വെർബ് ഏതാണ്? ഡു ആണ്. അടുത്ത നോക്കിയേ, V2. V2 എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ഫോം ആണ്. V2 പാസ്റ്റ് ഫോം ആണ്. അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് ആണ്. അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ്. ഓക്കെ, അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആണ്. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V3 എന്ന് പറയുമ്പോൾ അതേ രൂപമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. V4 എന്ന് പറയുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ. V4 എന്ന് പറയുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് വെർബിന്റെ കൂടെ ING ചേർത്തില്ലേ, ആ രൂപമാണ് ഈ V4 എന്ന് പറയുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വെർബ് ഇല്ലേ, ആ വെർബിന്റെ കൂടെ നിങ്ങൾ ING ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അത് ഏത് രൂപമാണ്? V4 ആണ്. അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അടുത്ത് നോക്കിയേ, V5. V5 ആണ് ഈ ബേസ് ഫോം ഉണ്ടല്ലോ, വെർബിന്റെ ബേസ് ഫോം. അതിന്റെ കൂടെ അവസാനം S എന്നോ ES എന്നോ കാണുന്നെങ്കിൽ അതിനർത്ഥം അത് ഏത് ഫോമാണ്? V5 ആണ്. അപ്പൊ V1 രൂപത്തിന്റെ അവസാനം SO ESO വന്നു കഴിഞ്ഞാൽ അത് ഏത് രൂപമാണ്? V5 രൂപമാണ്. അതിനുള്ളിലെ ഓക്സിലറി വെർബ് ഏതാണ്? ഡസ് ആണ്. അതിനുള്ളില് ഡസ് ആണ്. അതായത് ഈ രൂപം സിംഗുലർ ആണ്. V1ന് 2 രൂപങ്ങളാണുള്ളത്. V1ന് ഡു ഫോമും ഉണ്ട്, ഡസ് ഫോമും ഉണ്ട്. ഡു ഫോം എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. ഡസ് ഫോം എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ V1ഉം V5ഉം ഒരുമിച്ചാണ് എഴുതുന്നത്. V1ഉം V5ഉം ഒരുമിച്ചാണ് എഴുതുന്നത്, ഒരുമിച്ചാണ് പരിഗണിക്കുന്നത്. ഡു ഓർ ഡസ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞ് V1 എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ നല്ലോണം മനസ്സിലാവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എഴുതിയേക്കുന്നത്. V1 നമുക്ക് സെപ്പറേറ്റ് മാറ്റി എഴുതാം, V5ഉം സെപ്പറേറ്റ്. അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പൊ V5 എന്ന് പറയുമ്പോൾ ഡസ് ചേർന്ന രൂപമാണ്. V1ന്റെ ഡസ് ചേർന്ന രൂപമാണ്. മനസ്സിലായി? ഇതെന്ന് പറയുന്നത് V1ന്റെ ഏത് രൂപമാണ്? സിംഗുലർ രൂപമാണ്. V5 എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ്. V1 പ്ലൂറൽ ഫോമാണ്. ഡു ആണ് ഓക്സിലറി വെർബ്. V2ന്റെ ഓക്സിലറി വെർബ് ഏതാ? ഡിഡ് ആണ്. ഓക്കെ, ഈ ഫോം ഒന്ന് നോക്കിയേ. V1, V2, V3, V4, V5. അപ്പൊ നിങ്ങൾക്കറിയാം ഈ V1 എന്ന് പറയുന്നത് ഡു ഫോം ആണ്. ഇതിൽ വരുന്നതെല്ലാം ഡു ആയിരിക്കും. ഇതില് V2 എന്ന് പറയുന്നത് ഡിഡ് ഫോം ആണ്. V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. V4 എന്ന് പറയുന്നത് ING ഫോം ആണ്. V5 എന്ന് പറയുന്നത് S or ES ഫോം ആണ്. ഇത് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഡസ് കിട്ടും. ഓക്കെ, ലവ് V1 ഫോം ആണ്. ലവ്, ലൗഡ്, ലൗഡ്, ലവിങ്, ലവ്സ്. ലവിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഡു കിട്ടും. ഡു പ്ലസ് ലവ് ആണ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, ലൗഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ഡിഡ് കിട്ടും. ഡിഡ് പ്ലസ് ലവ്, അതാണ് ലൗഡ്. ഈ ഇതിൽ നിന്ന് ഈ ലൗഡിന് നമ്മൾ ഡിഡ് മാറ്റി കഴിഞ്ഞാൽ, ഡിഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബേസ് ഫോം ആയിരിക്കും വരുന്നത്. ഈ ലവ് ആയിരിക്കും വരുന്നത്. ഓക്കെ, മനസ്സിലായി? അപ്പോ ലൗഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡിഡ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഡിഡ് മാറ്റി. അപ്പൊ പിന്നെ ഏത് ഫോമാ വരുന്നത്?
ബേസ് ഫോം ആണ്, ലവ് ആണ് വരുന്നത്. അതേപോലെ ഇവിടെ ലവ്സ്, ഇതിൽ നിന്ന് നമ്മൾ ഡെസ് മാറ്റിയാല്, ഡെസ് എടുത്ത് മാറ്റിയാല് നേരെ ബേസ് ഫോം ആയിരിക്കും വരുന്നത്, ഈ ലവ് ആയിരിക്കും വരുന്നത്. അപ്പോ ലവ് എന്ന് പറയുമ്പോ, ലവ്സ് എന്ന് പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യും, ഡെസ് പ്ലസ് ലവ്, ഡെസ് പ്ലസ് ലവ്. ഓക്കെ, അപ്പോ മനസ്സിലായി. അപ്പോ ലവിൽ നിന്ന് നമുക്ക് ഡു മാറ്റാം, കുഴപ്പമില്ല. ലൗഡിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റാം, ഡിഡ് മാറ്റാം. പക്ഷെ നമുക്ക് എന്ത് കിട്ടും, ബേസ് ഫോം ആയിട്ട് ലവ് കിട്ടും. അപ്പം ഡിഡ് പ്ലസ് ലവ്. ലവ്സ് ആണെങ്കിലോ ഡസ് പ്ലസ് ലവ്, അതാണ് ലവ്സ്. ഇത് നോക്കിയേ, ആസ്ക്, ഇതിൽ നമുക്ക് ഏത് ഓക്സിലറി കിട്ടൂടാ, ഇത് നമുക്ക് ഡു കിട്ടും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു കിട്ടും. അപ്പൊ ഡു പ്ലസ് ആസ്ക്. ആസ്ക്ഡ് ആണെങ്കിലോ ഇതിൽ ഏത് ആക്സിലറി കിട്ടും, ഡിഡ് കിട്ടും. ഡിഡ് പ്ലസ് ആസ്ക്, അതാണ് ആസ്ക്ഡ്. അപ്പൊ ഇതിന് ഞാൻ ഡിഡ് എടുത്ത് മാറ്റി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആസ്ക് എന്ന് പറയുന്ന ബേസ് ഫോം കിട്ടും. അപ്പൊ ഡിഡ് പ്ലസ് ആസ്ക് ആണ് ആസ്ക്ഡ്. അതേപോലെ ആസ്ക്, ആസ്ക്, ഇതിൽ നിന്ന് ഡസ് മാറ്റാണ്. ഡസ് മാറ്റി കഴിയുമ്പോൾ ഈ എസ് അങ്ങ് മാറും, ബേസ് ഫോം വരും. അപ്പം ഡസ് പ്ലസ് ഏതാ ബേസ് ഫോം, ആസ്ക്. ഡസ് പ്ലസ് ആസ്ക് ആണ് ആസ്ക്. ഇതിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാലോ, ഗിവ്, ഡു ഫോം ആണല്ലോ. ഇതിൽ നിന്ന് ഡു മാറ്റി കഴിഞ്ഞാല് ഡു പ്ലസ് ഗിവ്. ഇതിൽ നിന്ന് ഞാൻ ഡിഡ് മാറ്റിയാൽ എന്താവും, ഏത് ഫോം കിട്ടും, ഇത് ഞാൻ ഡിഡ് മാറ്റിയാണ്. ഡിഡ് മാറ്റി കഴിഞ്ഞാല് ഡിഡ് പ്ലസ് ഈ ബേസ് ഫോം കിട്ടും, ഗിവ് കിട്ടും. അതായത് ഡിഡ് പ്ലസ് ഗിവ് എന്ന് പറയുന്ന ആ ഫോം ആണ് ഗേവ് എന്ന് പറയുന്നത്. ഗിവിന്റെ കൂടെ നമ്മൾ ഡിഡ് ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, V2 ഫോം ആയ ഗേവ് കിട്ടും. നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് നേരെ റിവേഴ്സ് ചെയ്യണം, എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഗേവിൽ നിന്ന് ഡിഡ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബേസ് ഫോം ആയ ഗിവ് കിട്ടും. അതേപോലെ ഗിവ് എന്ന് പറയുന്ന ഈ ബേസ് ഫോമിന്റെ കൂടെ നമ്മൾ ഡസ് ചേർക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ഗിവ്സ് കിട്ടും. ഓക്കെ, ഡസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംഗുലർ ഫോം ആക്കാൻ വേണ്ടിയാണ് ഡസ് ചേർക്കുന്നത്. അപ്പൊ ഇത് സിംഗുലർ ആയി. അതിൽ നിന്ന് ഞാൻ ഡസ് മാറ്റുകയാണ്. ഡസ് മാറ്റുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഡസ് മാറ്റുന്നു. ഡസ് മാറ്റുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഈ ഗിവ് എന്ന് പറയുന്ന ബേസ് ഫോം കിട്ടും. അപ്പൊ ഡസ് പ്ലസ് ഗിവ്. ഓക്കെ, ഞാൻ ഇത് മാറ്റി, ഇത് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സിംഗിൾ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ഡു കിട്ടും, ബേസ് ഫോം തന്നെയാണ് സിംഗിൾ. സാങ്ങിൽ നിന്നോ, സാങ് V2, സാങ്ങിൽ നിന്നോ ഡിഡ് മാറ്റി കഴിഞ്ഞാലോ, ഞാൻ ഇതിൽ നിന്ന് ഡിഡ് മാറ്റി എന്ന് വിചാരിച്ചോ. അപ്പൊ പിന്നെ ഇവിടെ ഏത് വേർഡായിരിക്കും വരുന്നത്, ബേസ് ഫോം സിംഗ് ആയിരിക്കും വരുന്നത് അല്ലെ. അതായത് ഡിഡ് പ്ലസ് സിംഗ്, അതാണ് എന്തെന്ന് പറയുന്നത്, ഈ സാങ് എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് സിംഗ് ആണ് സാങ്. അതേപോലെ ഡസ് പ്ലസ് സിംഗ് ആണ് സിങ്സ്. ഡസ് പ്ലസ് സിങ്സ്, സിംഗ് എന്ന് പറയുന്ന വാക്കിനൂടെ ഡസ് ചേർക്കുമ്പോൾ നമുക്ക് സിങ്സ് കിട്ടും. ഞാൻ അപ്പൊ ഇതിൽ നിന്ന് ഓക്സിലറി വെർബായ ഡസ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഞാൻ ഇതിന് ഡസ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് സിംഗ് കിട്ടും. അടുത്ത വേർഡ് നോക്കിയടേ, ഫെയിൽ. അടുത്ത വേർഡ് നോക്കിയടേ, ഫെയിൽ. ഫെയിൽ ഏത് ഫോം ആണ്, ഫെയില് നമ്മൾ ഡു ഫോം ആണ് അല്ലെ. ഫെയിലിന് നമുക്ക് ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കിട്ടും. ഇനി ഫെയിൽഡ് എന്ന് പറയുന്ന V2 ഫോം, ഫെയിൽഡ് എന്ന് പറയുന്ന ഫോം. ഈ ഫെയിൽഡ് എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ ഡിഡ് മാറ്റി കഴിഞ്ഞാലോ, ഡിഡ് സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ബേസ് ഫോം കിട്ടും, ഫെയിൽ കിട്ടും. ഡിഡ് പ്ലസ് ഫെയിൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഡ് നിന്ന് മാറ്റാം. അപ്പം ബേസ് ഫോം ആയിരിക്കും വരുന്നത്, ഫെയിൽ ആയിരിക്കും വരുന്നത്. അപ്പൊ ഡിഡ് നമ്മൾ ഇതിനോട് ആഡ് ചെയ്യുമ്പോഴോ, ഫെയിൽഡ് എന്ന് പറയുന്ന V2 ഫോം കിട്ടും. ഇനി നോക്കിയേ, ഈ ഫെയിലിലൂടെ ഡസ് ചേർക്കുമ്പോൾ നമുക്ക് ഏത് രൂപം കിട്ടും, ഫെയിൽസ് എന്ന് പറയുന്ന രൂപം കിട്ടും അല്ലെ. ഫെയിലിലൂടെ നമ്മുടെ ഡസ് ചേർക്കുമ്പോൾ നമുക്ക് ഏത് ഫോം കിട്ടും, ഫെയിൽസ് എന്ന് പറയുന്ന രൂപം കിട്ടും. ഈ ഫെയിൽസ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഓക്സിലറി വെർബ് നമുക്കറിയാം ഡസ് ആണ്. ഡസ് ഈ ഡസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫെയിൽ എന്ന് പറയുന്ന V1 രൂപം കിട്ടും. ഫെയിൽ എന്ന് പറയുന്ന V1 രൂപം എന്ത് ചെയ്യും, കിട്ടും. പിന്നെ അടുത്ത ഏതാണ്, വീപ്പ്. വീപ്പിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാടേ, ഡു ഫോം ആണ്. ഇനി വെപ്റ്റ്, V2 ഫോം ആണല്ലോ വെപ്റ്റ്. ഇതിൽ നമുക്ക് ഡിഡ് മാറ്റാം. ഡിഡ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഡിഡ് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് എന്തെന്ന് വരും, ബേസ് ഫോം ആയ വീപ്പ് എന്ന് വരും.
ഓക്കെ. അതുപോലെ വീപ്സ് എന്ന് പറയുന്നതാണ് ഈ വീപ്പിന്റെ കൂടെ ഡെസ് ചേർക്കുന്നതാണ് ഈ വീപ്സ് എന്ന് പറയുന്ന രൂപം. എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡെസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഏത് ഫോം കിട്ടും? വീപ്പ് എന്ന് പറയുന്ന ബേസ് ഫോം കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെർബിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഓക്സിലറി വെർബ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ V1 രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡു ഫോം ആയിരിക്കും. V2 ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഡ് കിട്ടും. പിന്നീട് ഈ V1 ഫോമിന്റെ കൂടെ SO ESO ചേരുമ്പോൾ നമുക്ക് അതിനെ V5 ഫോം എന്ന് പറയാം. അതിലെ ഓക്സിലറി വെർബ് ഡെസ് ആയിരിക്കും. ഡെസ് ഏതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഈ ബേസ് ഫോമിൽ വരും. നിങ്ങൾ ഒരു വെർബിൽ നിന്ന് ഡെസ് മാറ്റിക്കഴിഞ്ഞാൽ നേരെ അത് ഏത് ഫോമിൽ വരും? ഈ ബേസ് ഫോമിലോട്ട് വരും. ഒരു വെർബിൽ നിന്ന് ഒരു V2ലുള്ള ഒരു വെർബ്, ആ വെർബിൽ നിന്ന് ഡിഡ് മാറ്റിക്കഴിഞ്ഞാൽ അത് ഏത് ഫോമിലോട്ട് വരും? നേരെ ഈ ബേസ് ഫോമിലോട്ട് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ചേഞ്ച് ദി ഫോളോയിങ് സെന്റൻസസ് ഇൻടു നെഗറ്റീവ്. തന്നിരിക്കുന്ന സെന്റൻസുകൾ നെഗറ്റീവ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കാം? നമ്മൾ പറഞ്ഞു ഓക്സിലറി വെർബിന്റെ കൂടെ എന്ത് ചേർത്താൽ മതി? നോട്ട് ചേർത്താൽ മതി. ഓക്സിലറി വെർബിലൂടെ നോട്ട് ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് നെഗറ്റീവ് ആക്കാനായിട്ട് പറ്റും. നോക്കിക്കേ, ദ ബോയ്സ് ആർ പ്ലേയിങ്. ഇതിൽ ഏതാ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാല്? ഈ ആണ് ഓക്സിലറി വെർബ് അല്ലെ? ഓക്സിലറി വെർബ് ഏതാണ്? ആണ്. ഇതിന്റെ കൂടെ നോട്ട് ചേർക്കണം. അപ്പൊ ആർ നോട്ട്. ദ ബോയ്സ് ആർ നോട്ട് പ്ലേയിങ്. നെഗറ്റീവ് ആയി. ദ ബോയ്സ് ആർ നോട്ട് പ്ലേയിങ്. ഹി വിൽ പേ ദ ഫൈൻ. ഇതില് ഏതാ ഓക്സിലറി വെർബ്? വിൽ. ഓക്സിലറി വെർബ് നോട്ട് ചേർത്താൽ മതി. വിൽ പ്ലസ് നോട്ട്. ഹി വിൽ നോട്ട് പേ ദി ഫൈൻ. ഓക്കെ, ഹി വിൽ നോട്ട് പേ ദി ഫൈൻ. വിൽ നോട്ട്, വോണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോ ആർ പ്ലസ് നോട്ട്, ആറിൻഡ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചേർത്ത് പറയാം. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് മനസ്സിലാക്കിയാൽ മതി. വിൽ പ്ലസ് നോട്ട്, ഇതിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. വിൽ നോട്ട് പേ ദി ഫൈൻ. നോക്കിയേ, ഹി ഹാഡ് പാസ്ഡ് ദി എക്സാം. ഇതിലേതാ ഓക്സിലറി വെർബ്? ഏതാണ്? ഹി ഹാഡ് അല്ലെ? ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചേർക്കുന്നു? നോട്ട് ചേർക്കുന്നു. ഹാഡ് പ്ലസ് നോട്ട്. ഹി ഹാഡ് നോട്ട് പാസ്ഡ് ദി എക്സാം, അല്ലെങ്കിൽ ഹി ഹാഡിൻഡ് പാസ്ഡ് ദി എക്സാം എന്നും എഴുതാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്? തന്നിരിക്കുന്ന ഓക്സിലറി വെർബിന്റെ കൂടെ എന്ത് ചേർത്താൽ മതി? നോട്ട് ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് കിട്ടും. ഈ സെന്റൻസുകൾ ഒന്ന് നെഗറ്റീവ് ആക്കാലോ. ഈ സെന്റൻസ് ഒന്ന് നെഗറ്റീവ് ആക്കിയേ. ഐ പ്ലേ ഫുട്ബോൾ. പറഞ്ഞു, നമ്മൾ ഓക്സിലറി വെർബ് നമുക്ക് വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൽ 3 ഓക്സിലറി വെർബാണ് വരാൻ ചാൻസ്. ഡു, ഡസ്, ഡിഡ്. ഇത് നോക്കിയേ, പ്ലേ എന്ന് പറയുന്നതാണ് ഇതിലെ വെർബ്. ഐ പ്ലേ ഫുട്ബോൾ. ഇതിൽ പ്ലേ എന്ന് പറയുന്നതാണ് ഇതിലെ വെർബ് എന്ന് പറയുന്നത്. ഇത് V1 രൂപമാണ് അല്ലെ? ഇത് V1 ഫോമാണ്. ഇതിന്റെ അവസാനം എസ് ഉണ്ടോ എന്ന് നോക്കുക. എസ് ഇല്ല. V1 ഫോമിൽ എസ് ഇല്ലെങ്കിൽ അത് ഏത് രൂപമാണ്? ഡു ഫോമാണ്. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡു കിട്ടും. അതായത് പ്ലേ എന്ന് പറയുന്ന ഈ വേർഡിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്താൽ എനിക്ക് ഡു പ്ലസ് പ്ലേ എന്ന് കിട്ടും. അതായത് എനിക്ക് ഇതിൽ നിന്ന് ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ എടുക്കാൻ പറ്റും. മാത്രമേ എടുക്കാൻ പറ്റൂ. ഓക്കെ, അങ്ങനെ ഞാൻ ഓക്സിലറി വെർബിനെ എടുത്തു. പ്ലേ അതേപോലെ ഉണ്ട്. ഞാൻ എഴുതുകയാണ് ഐ ഓക്സിലറി വെർബ് എഴുതി. അതിനുശേഷം നോട്ട് ചേർക്കുന്നു. ഐ ഡു നോട്ട്. പിന്നെ പ്ലേ എന്ന് പറയുന്ന V1 ഫോം തന്നെ വരും അല്ലെ? ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോം തന്നെ വരും. പ്ലേ ഫുട്ബോൾ. ഡു നോട്ട് എന്നുള്ളത് ഡോണ്ട് എന്നാണ് നമുക്ക് എഴുതാം. പക്ഷെ എളുപ്പത്തിന് ഞാൻ ഡു നോട്ട് എന്ന് എഴുതിയുള്ളൂ കേട്ടോ. ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ. ഇങ്ങനെ നമുക്ക് ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാം. രണ്ടാം സെന്റൻസ് നോക്കിയേ. യു പാസ്ഡ് ദി എക്സാം. യു മെയിൻ വെർബായിട്ട് പാസ്ഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ, ഇതാണ് മെയിൻ വെർബ്. ഇതിനെ നമ്മൾ എടുക്കുകയാണ്. ഈ പാസ്ഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എടുത്തു. ഇത് V2 ഫോം ആണ്. പാസ്ഡ് എന്ന് പറയുന്നത് V2 ഫോം ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഞാൻ ഈ V2 ഫോമായ പാസ്ഡ് എടുത്തു. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം.
അപ്പൊ ഇത് V2 ഫോം ആണ്. V2 ഫോമിലുള്ള ഓക്സിലറി വെർബ് ഡിഡ് ആണ്. ഇതിൽ നിന്ന് ഞാൻ ഡിഡ് എടുക്കുകയാണ്. ഡിഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ബേസ് ഫോമിലോട്ടായിട്ട് മാറും. ഈ പാസ്ഡിൽ നിന്ന് ഞാൻ ഡിഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കിട്ടുന്ന ബേസ് ഫോം ആണ്. പാസ്ഡിന്റെ ബേസ് ഫോം എന്താ? പാസ് എന്നാണ്. പാസ്ഡിന്റെ ബേസ് ഫോം പാസ്. ഡിഡ് പാസ് എന്നാണ്. ഓക്കെ, ഈ ഡിഡ് പാസ് ആണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റുന്നത്. എനിക്ക് പാസ്ഡ് ഇനി വേണ്ട. ഓക്കെ, എനിക്ക് ഈ ഫോം മതി. കാരണം എനിക്ക് നോട്ട് ഡിഡിന്റെ കൂടെ ചേർക്കണം. അതുകൊണ്ട് ഈ ഫോമാണ് ഡിഡ് പ്ലസ് പാസ് എന്ന് പറയുന്ന ഫോം ആയിരിക്കും ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതും, യു ഓക്സിലറി വെർബ് ഏതാ? ഡിഡ്. അതിന്റെ കൂടെ ഞാൻ എന്ത് എഴുതും? നോട്ട് എഴുതും, ഡിഡ് നോട്ട്. പിന്നെ എന്ത് എഴുതും? V1 ഫോമായ പാസ്, ബേസ് ഫോമായ പാസ് എഴുതും, ദി എക്സാം. ബാക്കി അതേപോലെ എഴുതും. അപ്പൊ എന്ത് കിട്ടി? ഹി ഡിഡ് നോട്ട് പാസ് ദി എക്സാം. അപ്പൊ ഇത് പോസിറ്റീവ് സെന്റൻസുമായി, ഇത് നെഗറ്റീവ് സെന്റൻസുമായി. അർത്ഥത്തിൽ വ്യത്യാസം വന്നു. അപ്പൊ യു പാസ് ദി എക്സാം അവൻ പരീക്ഷ പാസ്സായി എന്നാണ്. യു ഡിഡ് നോട്ട് പാസ് ദി എക്സാം നീ പരീക്ഷ പാസ്സായില്ല എന്നാണ്. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ഇതിൽ കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ പാസ്സായി. ഇതിന്റെ അർത്ഥം പരീക്ഷ പാസ്സായില്ല. അപ്പൊ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ഇവിടെ നോട്ട് ചേർക്കുമ്പോൾ വരുന്നത്. അത് നോക്കിയേ, ഷീ സാങ് എ സോങ്. ഷീ സബ്ജക്റ്റ് ആണ്, സാങ് പാടി എന്ന് പറയുന്ന V2 ഫോം ആണ്. ഷീ സാങ് എ സോങ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ സാങ്ങിനെ ഞാൻ ഇവിടെ കൊണ്ടുവരണം. V2 ഫോം ആണെന്ന് അറിയാം എന്ന് വിചാരിച്ചു. V2 ഫോം ആണെങ്കിൽ അതിൽ എന്താ, ഏത് ഓക്സിലറി വെർബ് വേണം? ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വേണം. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ എടുക്കുകയാണ്, എടുത്ത് മാറ്റുകയാണ്. മാറ്റി കഴിയുമ്പോൾ എനിക്ക് ഏത് ഫോം കിട്ടും? ഇതിന്റെ ബേസ് ഫോം കിട്ടും. V1 S ചേരാത്ത രൂപമായിരിക്കും കിട്ടുന്നത്. അതേതാണ്? സിങ്. സിങ്, സിങ്, സാങ്, സങ്. സിങ് എന്ന് പറയുന്നത് V1 ആണ്. സാങ്, സങ്, സിങ്ങി, സിങ്സ് എന്ന് പറഞ്ഞിട്ട് 5 രൂപങ്ങളുണ്ട്. എനിക്ക് ഇനി വേണ്ടത് എന്താണ്? ഈ ഫോമാണ് വേണ്ടത്. കാരണം നോട്ട് എനിക്ക് ഡിഡിന്റെ കൂടെ ചേർക്കാനുള്ളത്. അപ്പോൾ ഈ ഫോമിനെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടുവരും. ഷീ, ഡിഡിന് ഞാൻ ഇവിടെ എടുത്ത് എഴുതും. അതിന്റെ കൂടെ നോട്ട് എഴുതും, ഡിഡ് നോട്ട്. ഓക്കെ, ഇനി എനിക്ക് സാങ് എഴുതാൻ പറ്റത്തില്ല. എനിക്കിനി സാങ് എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. കാരണം എന്താ, ഈ സാങ്ങിൽ ആരടങ്ങിയിട്ടുണ്ട്? ഡിഡ് അടങ്ങിയിട്ടുണ്ട്. ആ ഡിഡിനെ ഞാൻ മാറ്റി ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്? നോട്ട് എഴുതിയത്. അപ്പൊ പിന്നെ എനിക്ക് ബേസ് ഫോം മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഹി ഡിഡ് നോട്ട് സിങ് എ സോങ്. ഹി ഡിഡ് നോട്ട് സിങ് എ സോങ്. ഇത് ഇതിന്റെ നെഗറ്റീവ് ഫോമായി. അപ്പൊ ഇത് പോസിറ്റീവ് ഫോമാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഇതിന്റെ നേരെ വിപരീത അർത്ഥമായിരിക്കും ഇതില് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡു, ഡസ്, ഡിഡ് വരുന്ന സെന്റൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? അതിനെ നെഗറ്റീവ് ആക്കാനായി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ചേഞ്ച് ദി ഫോളോയിങ് സെന്റൻസസ് ഇൻടു നെഗറ്റീവ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു വേർഡ് പോസിറ്റീവ് ആണ്. ആ സെന്റൻസിന്റെ നെഗറ്റീവ് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് അർത്ഥമായിരിക്കും കിട്ടുന്നത്. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ നെഗറ്റീവ് ആക്കണം ഒരു സെന്റൻസിനെ. പോസിറ്റീവ് സെന്റൻസ് ആണ്, അതിനെ നെഗറ്റീവ് ആക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അതിന്റെ അർത്ഥത്തില് വ്യത്യാസം വരാൻ പാടില്ല, അർത്ഥം മാറാൻ പാടില്ല. അപ്പൊ അതെങ്ങനെ മാറ്റാം? സാധാരണ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ സെന്റൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. ഇതെങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓക്സിലറി വെർബ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ നോട്ട് ചേർക്കുക. പിന്നെ ഡു, ഡസ്, ഡിഡ് ആണെങ്കിൽ അത് വെർബിനുള്ളിലായിരിക്കും. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നോട്ട് എഴുതണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ്. പിന്നെ നോക്കുക ചെയ്യാനുള്ളത്, ആ ഒരു സെന്റൻസിൽ നൗണ്, അഡ്ജക്റ്റീവ്, വെർബ്. നൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ഇതില് 3 എണ്ണം കാണും. ഇതില് മിക്കപ്പോഴും സ്ട്രെസ് ചെയ്തില്ല. അതായത് ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചായിരിക്കും എടുത്തു പറയുന്ന ആ സെന്റൻസിൽ. ഇത് 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എടുത്ത് പറയും. അതായത് മിക്കപ്പോഴും ഒരു 90% അഡ്ജക്റ്റീവ് ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നത്? സ്ട്രെസ് ചെയ്ത് എടുത്തു പറയുന്നത്. ഇതിൽ ഏതാണോ 3 എണ്ണം എടുത്തു പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എഴുതും. ഇതിൽ ഏതിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എഴുതണം. ഓക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർത്ത് എഴുതണം. പിന്നീട് നൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ഇതിൽ ഏതാണോ തരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ,
നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും, കുറച്ച് എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പൊ എന്താ ചെയ്യാനുള്ളത്, ആദ്യം ഓക്സിലറി വെർബിനോട് നോട്ട് ചേർക്കണം. പിന്നെ ചെയ്യാനുള്ളത് നൗണ് അഡ്ജക്റ്റീവ് വെർബ്, ഇതിൽ ഏതിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എഴുതണം. പിന്നീട് ഒരു സെന്റൻസിൽ ഓൾവേസ് എന്നുണ്ടെങ്കിൽ ഓൾവേസ് മാറ്റിയിട്ട് നമുക്ക് നെവർ ആക്കാം. ഓൾവേസ് ഉണ്ടെങ്കിൽ ഓൾവേസ് മാറ്റിയിട്ട് നമുക്ക് നെവർ ആക്കാം. അത് നമുക്ക് എവരി എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ എവരി മാറ്റിയിട്ട് നമുക്ക് നോ എന്നാക്കാം. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓൾവേസ് എന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓൾവേസ് മാറ്റിയിട്ട് നെവർ ആക്കാം. എവരി എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ എവരി മാറ്റിയിട്ട് നോ ആക്കാം. പക്ഷെ ഇങ്ങനെ മാറ്റുന്ന ടൈമിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് എഴുതരുത്. ഇങ്ങനെ, അതായത് ആൾറെഡി ഓൾവേസ് എന്ന് പറയുന്ന വേർഡിന് നിങ്ങൾ ഈ നെവർ ഉപയോഗിച്ച് നെഗറ്റീവ് ആക്കി, പിന്നെ നിങ്ങൾ നോട്ട് ഒന്നും കൂടെ എന്ത് ചെയ്യണ്ട, എഴുതേണ്ട കാര്യമില്ല. ഓക്സിലറി വെർബിന്റെ നോട്ട് എഴുതേണ്ട കാര്യമില്ല. അതുപോലെ എവരി എന്നുള്ള വേർഡ് നിങ്ങൾ നോ ആക്കി, ആൾറെഡി നിങ്ങൾ എന്താക്കി, ഇവിടെ ഒരു നെഗറ്റീവ് വേർഡ് ആഡ് ചെയ്തു, പിന്നെയും നിങ്ങൾ ഒരു നോട്ട് കൂടെ ചേർത്താല് അത് എന്തായി പോകും, തെറ്റായി. ഓക്കെ, അപ്പൊ ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കണ്ട. എങ്ങനെയാണെങ്കിൽ ഓൾവേസ് എന്ന് പറയുന്നത് നെവറായി മാറുകയാണെങ്കിൽ, നിങ്ങൾ നെവർ എന്ന് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവരി എന്ന് പറയുന്ന റീപ്ലേസ് ചെയ്ത് നോ എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതേണ്ട കാര്യമില്ല, ഓക്സിലറി വെർബിന്റെ നോട്ട് ചേർക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്ത് എഴുതുക ഫസ്റ്റിലെ. പിന്നെ നൗണ് അഡ്ജക്റ്റീവ് വെർബ്, ഇതിൽ ഏതിനാണോ പ്രാധാന്യം കൂടുതൽ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുക. 3, ഈ തന്നിരിക്കുന്ന ഓൾവേസ് എന്നോ എവരി എന്നോ പറയുന്ന വേർഡ് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഓൾവേസിന് പകരം നെവറോ എവരിക്ക് ആ സ്ഥാനത്ത് നോയോ എഴുതാം. അങ്ങനെ എഴുതുന്ന ടൈമിൽ നിങ്ങൾ ഓക്സിലറി വെർബിനൂടെ നോട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എഴുതേണ്ട കാര്യമില്ല. ഈ എക്സാമ്പിൾ നോക്കിയേ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആക്കി മാറ്റണം. ബട്ട് വിത്തൗട്ട് ചേഞ്ച് ദ മീനിങ്, അതിന്റെ മീനിങ്ങിൽ അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെ എന്ത് ചെയ്യണം, ഇത് നെഗറ്റീവ് ആക്കണം. അപ്പോ നോക്കിയേ, ഹി ഈസ് എ ഷോർട്ട് പേഴ്സൺ. ഹി ഈസ് എ ഷോർട്ട് പേഴ്സൺ, ഇദ്ദേഹത്തിന് ഉയരം കുറവാണ് എന്നുള്ളതാണ്. അപ്പോ സാധാരണഗതിയിൽ നമ്മൾ നെഗറ്റീവ് എന്ന് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഈസിന്റെ കൂടെ നോട്ട് ചേർത്ത് അങ്ങനെ എഴുതും. ഈസ് പ്ലസ് നോട്ട് ചേർത്ത് എഴുതും. അപ്പൊ എങ്ങനെ വരും, ഹി ഈസ് നോട്ട് എ ഷോർട്ട് പേഴ്സൺ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, അയാൾക്ക് ഉയരക്കുറവില്ല, മീൻസ് അയാൾ നല്ല ഉയരമുള്ള ഒരാളാണ്. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണ് വരുന്നത്, ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള അർത്ഥം വരുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, നോട്ട് ചേർക്കണം, പക്ഷെ എന്ത് വരാൻ പാടില്ല, അർത്ഥത്തില് വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തൊക്കെയാണ്, ആദ്യം ഓക്സിലറി വെർബ് കണ്ടെത്തി അതിന്റെ കൂടെ നോട്ട് ചേർക്കണം. ഇവിടെ ഓക്സിലറി വെർബ് ഈസ് നമ്മൾ കണ്ടുപിടിച്ചു, ഓക്സിലറി വെർബായിട്ട് പ്ലസ് നോട്ട്, ഈസ് നോട്ട് പ്ലസ് നോട്ട്, ഇതിലൂടെ നോട്ട് ചേർത്തു. ഇനി നോക്കിയേ, ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട് കേട്ടോ, ഹി ഈസ് എ ഷോർട്ട് പേഴ്സൺ. പേഴ്സൺ വ്യക്തി, എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം, ഷോർട്ട് ഉയരം കുറഞ്ഞത്. ഇത് അഡ്ജക്റ്റീവ് ആണ്, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ അഡ്ജക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ഷോർട്ട്, ഷോർട്ട് ഷോർട്ട് ആൻഡ് ഓപ്പോസിറ്റ് ടോൾ, ഉയരമുള്ള. ഷോർട്ടിന്റെ ഓപ്പോസിറ്റ് ടോൾ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഇതിന്റെ ഓപ്പോസിറ്റ് ടോൾ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഹി ഈസ്, നോട്ട് ചേർക്കുക, ഹി ഈസ് നോട്ട് എ, ഷോർട്ടിന്റെ ഓപ്പോസിറ്റ് ടോൾ അല്ലേ, ടോൾ പേഴ്സൺ. നോക്കിയേ, ഹി ഈസ് എ ഷോർട്ട് പേഴ്സൺ, അദ്ദേഹത്തിന് ഉയരം കുറവാണ്. ഹി ഈസ് എ ഷോർട്ട് പേഴ്സൺ. ഹി ഈസ് നോട്ട് എ ടോൾ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉയരം ഇല്ല. മീൻസ് അതിന്റെ അർത്ഥം എന്താണ്, അദ്ദേഹത്തിന് ഉയരം കുറവാണ്. ഇവിടെ നെഗറ്റീവ് ആണ്, പക്ഷെ അർത്ഥത്തിൽ മാറ്റം ഉണ്ടോ, അർത്ഥത്തില് മാറ്റം വന്നിട്ടില്ല. നെഗറ്റീവ് ആണ്, പക്ഷെ അർത്ഥത്തില് മാറ്റം വന്നിട്ടില്ല. അതേപോലെ അടുത്ത നോക്കിയ ക്വസ്റ്റ്യൻ, ഹി ഈസ് എ ടോൾ പേഴ്സൺ. ഹി ഈസ് എ ടാൾ പേഴ്സൺ, ഈ ക്വസ്റ്റ്യൻ ഹി ഈസ് എ ടാൾ പേഴ്സൺ, നമുക്ക് എന്ത് എഴുതാം, ഓക്സിലറി വെർബ് ഈസ് എടുക്കുക അല്ലെ, ഈസിനോട് നോട്ട് എഴുതാം, ഈസ് പ്ലസ് നോട്ട്. ഹി ഈസ് നോട്ട് എ, ഇവിടെ അഡ്ജക്റ്റീവ് കിട്ടി നമുക്ക്, ടോൾ. ടോളിന്റെ ഓപ്പോസിറ്റ് ഈ അഡ്ജക്റ്റീവ് വേർഡ് ഉയരമുള്ള, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഷോർട്ട്. ഹി ഈസ് നോട്ട് എ ഷോർട്ട് പേഴ്സൺ. ഹി ഈസ് നോട്ട് എ ഷോർട്ട് പേഴ്സൺ. ഓക്സിലറിയുടെ നോട്ട് ചേർത്തു. പിന്നെ ഇതിൽ ഏതിനാണ് സ്ട്രെസ് കൊടുത്തത്, ഉയരമുള്ള.
ഉയരമുള്ള. ഓക്കെ, ഉയരമുള്ള, അതാണ് സ്ട്രെസ് കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ സ്ട്രെസ് കൊടുത്തു എന്ന് പറഞ്ഞത്. എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അയാളുടെ എന്ത് പ്രത്യേകതയെ കുറിച്ചാണോ പറയുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുക. ടോളിന്റെ ഓപ്പോസിറ്റ് ഷോർട്ട്. ഹി ഈസ് നോട്ട് എ ഷോർട്ട് പേഴ്സൺ. ഈ ക്വസ്റ്റ്യൻ നോക്കിയിടെ, ഹി ഈസ് പൊളൈറ്റ് ടു എവരി വൺ. ഹി ഈസ് പൊളൈറ്റ് ടു എവരി വൺ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ നെഗറ്റീവ് ആക്കാൻ പറ്റും. മീൻസ് അർത്ഥത്തിൽ മാറ്റം ഇല്ലാതെ രണ്ട് രീതിയിലാക്കാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിലെ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കി, ഈ ഹി എഴുതി, ഈസ് എഴുതി, അതിന്റെ കൂടെ എന്ത് ചെയ്തു, നോട്ട് ചേർത്തു. പിന്നെ നോക്കിയേ ഈ അഡ്ജക്റ്റീവ് പൊളൈറ്റ് എന്ന് പറയുന്ന വേർഡില്ലേ, പൊളൈറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് അറിയണം. പൊളൈറ്റ്, പൊളൈറ്റ് എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് റൂഡ് എന്നാണ്. ഇത് വിനയത്തോടെ പെരുമാറുന്നത് പൊളൈറ്റ്. ഇതെന്താണ്, റൂഡ്, പരുക്കനായി പെരുമാറുന്നത്. ഓക്കെ, റൂഡ്. അപ്പൊ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നു, ഹി ഈസ് നോട്ട് റൂഡ് ടു എവരിവൺ. അതേപോലെ എഴുതണം, ഹി ഈസ് നോട്ട് റൂഡ് ടു എവരിവൺ. ഇനി നോക്കിയേ, രണ്ടാമത്തെ രീതിയിൽ എഴുതാം നമുക്ക്. ഇവിടെ ഈ എവരി വൺ എന്നുണ്ടല്ലേ, ഈ എവരി എന്ന് പറയുന്ന വേർഡ് ചേഞ്ച് ചെയ്ത് നമുക്ക് നോ എന്നാക്കിയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെ നോ എന്നാക്കി എഴുതുമ്പോൾ നമുക്ക് ഈ ഈസിന്റെ കൂടെ എന്ത് ചേർക്കേണ്ട കാര്യമില്ല, നോട്ട് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഹി ഈസ് നോട്ട് വേണം, കാരണം നമ്മൾ ഇവിടെയാണ് ചേഞ്ച് വരുത്താൻ പോകുന്നത്. ഈ എവരി എന്ന് പറയുന്നത് മാറ്റിയിട്ട് നമ്മൾ നോ എന്നാക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എവരി എന്നുള്ളത് മാറ്റിയിട്ട് നോ എന്നാക്കാൻ പോവുകയാണ്. ഹി ഈസ്, പൊളൈറ്റിന്റെ ഓപ്പോസിറ്റ് എഴുതുക, ഏതാ, റൂഡ്. ഹി ഈസ് റൂഡ് ടു, എവരി മാറ്റി നോ ആക്കി, നോ വൺ, നോ. ഹി ഈസ് റൂഡ് ടു നോ വൺ. ഹി ഈസ് റൂഡ് ടു നോ വൺ. ആരടുത്തും ഇദ്ദേഹം റൂഡ് ആവാറില്ല എന്നാണ് അർത്ഥം. രണ്ട് ക്വസ്റ്റ്യൻ നോക്കിയടെ, ദ ബിരിയാണി വാസ് കോൾഡ്. ഇതിൽ നമുക്ക് നെഗറ്റീവ് ആക്കണം വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അല്ല, മീനിങ്ങില് അർത്ഥത്തില് വ്യത്യാസം വരാതെ ആക്കണം. എന്താണ്, ദ ബിരിയാണി വാസ്, ദ ബിരിയാണി വാസ്, അതേപോലെ ദ ബിരിയാണി വാസ്, ദ ബിരിയാണി വാസ്, എന്ത് ചെയ്യുക, നോട്ട് എഴുതുക, നോട്ട്. കോൾഡ് അല്ലേ, കോൾഡ്, തണുത്തുപോയി എന്നുള്ളത്, വാസ് കോൾഡ്. അപ്പൊ എന്താ, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുക, അതാണ് ഹോട്ട്. കോൾഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഹോട്ട്. ദ ബിരിയാണി വാസ് നോട്ട് ഹോട്ട്. അർത്ഥം എന്താണ്, ബിരിയാണി ചൂടില്ലായിരുന്നു, ബിരിയാണിക്ക് ചൂടില്ലായിരുന്നു, മീൻസ് ബിരിയാണി തണുത്തായിരുന്നു. അപ്പൊ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസം വരുന്നില്ല. അടുത്ത് നോക്കി, ഷീ ആൾവേസ് കീപ്സ് ഹർ റൂം ടൈഡി. ഇവിടെ നമ്മൾ നോട്ട് ചേർക്കാതെ എഴുതണം. ഇവിടെ ആൾവേസ് എന്ന് പറയുന്നതിന് നോട്ട് ചേർക്കാതെ, നമ്മൾ നേരത്തെ നോട്ട് ചേർക്കാതെ എഴുതണം. ഷീ ഓൾവേസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഓൾവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ എന്ന് എഴുതാം, നെവർ. ഇനി നമ്മൾ നോയോ നോട്ടോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ആൾറെഡി ഒരു നെഗറ്റീവ് വേർഡ് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഷീ നെവർ കീപ്സ് ഹർ റൂം, ഓക്കെ, ടൈഡി. ടൈഡി മീൻസ് വൃത്തി, വൃത്തിയുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതണം. ഓപ്പോസിറ്റ് വേർഡ് അൺടൈഡി, അൺടൈഡി. അപ്പൊ ഷീ നെവർ കീപ്സ് ഹർ റൂം അൺടൈഡി. അപ്പൊ എന്താണ്, ഷീ ആൾവേസ് കീപ്സ് ഹർ റൂം ടൈഡി. അവൾ എപ്പോഴും അവളുടെ റൂം വൃത്തിയായി വെക്കാറുണ്ടെന്നാണ്. ഇവിടെ എന്താണ്, ഷീ നെവർ, അവൾ ഒരിക്കലും ഇല്ല, കീപ്സ് ഹർ റൂം അൺടൈഡി, വൃത്തികേടായി വയ്ക്കാറില്ല അവളുടെ റൂം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾവേസ് ഷീ കീപ്സ് ഹർ റൂം ടൈഡി, എപ്പോഴും വൃത്തിയായിട്ടാണ് അവളുടെ റൂം വെച്ചേക്കുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്, എങ്ങനെയാണ് ഒരു സെന്റൻസിനെ രണ്ട് രീതിയിൽ നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റും. അഫർമേറ്റീവ് സെന്റൻസിനെ എങ്ങനെയൊക്കെ ആക്കാൻ പറ്റും, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ്ങിൽ മൊത്തത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാക്കാൻ പറ്റും. അത് ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്താൽ മാത്രം മതി. എന്നാൽ അർത്ഥത്തിൽ മാറ്റം വരാതെ നെഗറ്റീവ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറി വെർബിനോട് നോട്ട് ചേർക്കുക. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്നത് നൗണോ പിന്നെ അഡ്ജക്റ്റീവോ വെർബോ ഏതിനാണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, എന്തിനെ കുറിച്ചാണോ ആ സെന്റൻസിൽ പറയുന്നത്, അതിന്റെയും കൂടെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ എവരി എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റാം, നോ. പിന്നെ ഓൾവേസ് ആണെങ്കിൽ നെവർ ആക്കാം. എവരി എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ നോ എന്നും എഴുതി നമുക്ക് എന്ത് ചെയ്യാം, അത് നെഗറ്റീവിലോട്ട് മാറ്റാം. അങ്ങനെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് എഴുതേണ്ട കാര്യം ഇല്ല. നമ്മൾ ആദ്യം പഠിച്ചത് അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അത് മനസ്സിൽ ഉറയ്ക്കത്തുള്ളൂ.
തൽക്കാലം നമുക്ക് 4 ടൈപ്പ് സെന്റൻസും പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അസർട്ടീവ് സെന്റൻസ് പഠിച്ചതിന് ശേഷം കുറെ ക്വസ്റ്റ്യൻ എഴുതി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി അറിയാം ഇത് ഏത് ടൈപ്പിലുള്ള സെന്റൻസ് ആണ്, അസർട്ടീവ് സെന്റൻസിൽ വരുന്നതാണ് എന്ന് അറിയാൻ പറ്റും. അപ്പൊ 4 ടൈപ്പ് സെന്റൻസും പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യനും പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് നല്ലതുപോലെ ആദ്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർട്ടീവ് ആയിരുന്നു, രണ്ടാമത്തത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത അത് ഒരു റിക്വസ്റ്റിനെ അല്ലെങ്കിൽ കമാൻഡിനെ അല്ലെങ്കിൽ ഓർഡറിനെ സൂചിപ്പിക്കും. ഇമ്പരേറ്റീവ് സെന്റൻസ് സൂചിപ്പിക്കുന്നത് ഒരു റിക്വസ്റ്റിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കമാൻഡിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓർഡറിനെ ആയിരിക്കും, അല്ലെ? ഒരു അപേക്ഷയോ പിന്നീട് ഒരു നിർദ്ദേശമോ ഓർഡറോ ഒക്കെ കൊടുക്കുന്നതിനാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇമ്പരേറ്റീവ് സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇമ്പരേറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാനായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അസർട്ടീവ് സെന്റൻസിന്റെ തുടക്കത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുമായിരുന്നു, തുടക്കത്തിൽ നമുക്ക് സബ്ജക്റ്റ് കാണാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഡിറ്റർമിനർ പ്ലസ് സബ്ജക്റ്റ് കാണാൻ പറ്റുമായിരുന്നു. നൗണോ പ്രോനൗണോ, ഡിറ്റർമിനർ പ്ലസ് നൗണോ പ്രോനൗണോ കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ തുടക്കത്തിൽ നമുക്കൊരു വെർബ് ആയിരിക്കും വരുന്നത്. അവിടെ സബ്ജക്റ്റ് അല്ല വരുന്നത്, അവിടെ എന്തായിരിക്കും വരുന്നത്, വെർബ് ആയിരിക്കും വരുന്നത്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളെ നമുക്ക് എന്ത് പറയാം, ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. വെർബിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അസർട്ടീവ് സെന്റൻസ് ആണെങ്കിൽ ഡിറ്റർമിനർ പ്ലസ് സബ്ജക്റ്റിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഇവിടെയാണെങ്കിൽ വെർബിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ പ്ലീസ് എന്നോ, കൈൻഡ്ലി എന്നോ, ലെറ്റ് എന്നോ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്, അത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഏതൊക്കെയാണ്? പ്ലീസ്, കൈൻഡ്ലി, ലെറ്റ് എന്നിവയിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. പ്ലീസ്, കൈൻഡ്ലി, ലെറ്റ് തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഓക്കെ, അടുത്ത എന്താണ്? മേ, ഹാവ്, ഡു, ഡോണ്ട്, ഡു നോട്ട് ഇവയിൽ ആരംഭിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നില്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല. അപ്പൊ 3 പോയിന്റ് ആണ് ഞാൻ ഇവിടെ മെയിൻ ആയിട്ടും പറഞ്ഞത്. ഏതൊക്കെയാണ്? വെർബിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. വെർബിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. പ്ലീസ്, കൈൻഡ്ലി, ലെറ്റ് എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസുകൾ. പിന്നെ മേ, ഹാവ്, ഡു, ഡോണ്ട്, ഡു നോട്ട് എന്നിവയിൽ ആരംഭിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് സെന്റൻസ് ഇമ്പരേറ്റീവ് സെന്റൻസിന് ഉദാഹരണമാണ്. നോക്കിയടേ, അതായത് ഈ മേയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ, മേയിൽ തുടങ്ങുകയും അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, പക്ഷേ ഓപ്ഷനിൽ ഇമ്പരേറ്റീവ് എന്ന് പറയുന്ന വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇമ്പരേറ്റീവ് ഇല്ല, അതിന് പകരം ഒപ്റ്റേറ്റീവ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഓപ്ഷനിൽ ഏത് ടൈപ്പ് സെന്റൻസ് ഇല്ല, ഇമ്പരേറ്റീവ് ഇല്ല, പകരം തന്നിരിക്കുന്നത് ഒപ്റ്റേറ്റീവ് എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ എന്ത് എഴുതണം? ഒപ്റ്റേറ്റീവ് എഴുതണം. അതായത് മേയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്ത ടൈപ്പ് സെന്റൻസ് സാധാരണഗതിയിൽ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. എന്നാൽ നമ്മളൊരു ബ്ലെസ്സിങ് ഒക്കെ പറയുമല്ലോ, ഒരു പ്രാർത്ഥന, ബ്ലെസ്സിങ്, അതൊക്കെ ഇതാണ് വരുന്നത്. ഈ മെയിൽ തുടങ്ങുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ് വരുന്നത്, പ്രാർത്ഥനയാണ് വരുന്നത്. അങ്ങനെ വരുന്ന ബ്ലെസ്സിങ്ങിൽ ഓപ്ഷനിൽ ഇമ്പരേറ്റീവ് ഇല്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ എന്ത് കാണാം? ഒപ്റ്റേറ്റീവ് എന്ന് കാണാം. ഓപ്ഷൻ എന്ത് കാണാം? ഒപ്റ്റേറ്റീവ് എന്ന് കാണും. ഇമ്പരേറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒപ്റ്റേറ്റീവ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് സെന്റൻസ് ഉണ്ട്. യഥാർത്ഥത്തിൽ സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് 5 ടൈപ്പാണ്. പക്ഷെ നോർമലി നമ്മൾ PSC 4 ടൈപ്പ് എന്ത് ചെയ്യത്തുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. 5ാമത്തെ ടൈപ്പ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ അത് നിങ്ങളൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ നിങ്ങളത് പറഞ്ഞതാണ്. മെയ് ഉണ്ട്, മെയിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും ഇല്ല, നിങ്ങൾ ഓപ്ഷൻ നോക്കി ഇമ്പരേറ്റീവ് ഉണ്ട്, ഇമ്പരേറ്റീവ് എഴുതാം. എന്നാൽ ഓപ്ഷനിൽ ഇമ്പരേറ്റീവ് ഇല്ല എന്ന് വിചാരിച്ചു, ഒപ്റ്റേറ്റീവ് എന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നിങ്ങൾ എന്ത് എഴുതണം? ഒപ്റ്റേറ്റീവ് എന്ന് എഴുതണം. ഒപ്റ്റേറ്റീവ് എന്ന് എഴുതണം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ 2 ടൈപ്പ് സെന്റൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അസർട്ടീവ് പിന്നീട് ഇമ്പരേറ്റീവ് എന്നീ ടൈപ്പ് സെന്റൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയുള്ളത് ഏതൊക്കെയാണ്? ഇന്ററോഗേറ്റീവും എക്സ്ക്ലമേറ്ററിയും. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതും
കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യും. അപ്പോഴത്തേക്കും ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.